ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, അവിടെ ഈ ബൈസൺ വാലിക്ക് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതുപോലെ കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും 60 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലേക്ക് സാഹചര്യം എന്താണ്? പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെ? രാഹുൽ വിജയൻ. വിജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടുക്കിയിൽ പരക്കെ മഴ തുടരുന്നു എന്നുള്ളതാണ്. ഇടവിട്ട് ശക്തമായ മഴയാണ്. വലിയ തരത്തിലുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും ആളുകൾക്കുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. എന്തായാലും മഴ മുന്നറിയിപ്പുകളെല്ലാം കൃത്യമായി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതിന്റെ ജാഗ്രതാ നിർദ്ദേശം ആളുകൾ പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയിപ്പ്. മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം ജില്ലയിലെ ജലവിനോദങ്ങളും അതുപോലെ തന്നെ സാഹസിക വിനോദങ്ങളും 2 ദിവസത്തേക്ക് നിരോധിച്ചിരിക്കുകയാണ്. യാതൊരു കാരണവശാലും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല എന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. മാത്രമല്ല, ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് പ്രത്യേക നിയന്ത്രണം വേണം. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. രാത്രിയാത്ര പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. കാരണം മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ വാളറ ഭാഗത്തൊരു മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും മരങ്ങൾ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ അതുവഴിയുള്ള യാത്രയും ആവശ്യമില്ലാതെ പാടില്ല എന്നുള്ളതാണ് അറിയിപ്പ്. ബൈസൺ വാലിയിലാണ് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇനിയും ഈ ഡാമുകളുടെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇടുക്കിയിൽ തുറന്നിരിക്കുന്ന 2 ചെറു ഡാമുകളാണ്. ഒന്ന് കല്ലാർകുട്ടി, മറ്റൊന്ന് മലങ്കര ഡാം. ഇതിൽ കല്ലാർകുട്ടി ഡാമിന്റെ 6 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ 5 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വീതം ഉയർത്തി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കിയതാണ്. കൂടുതൽ ജലനിരപ്പ് ഉയരാൻ സാധ്യത ഈ ഷട്ടറുകൾ തുറന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകാനിടയില്ല എന്നുള്ളതാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും ഉയരുകയാണ്. 133.5 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. റൂൾ കർവ് പ്രകാരം നിലവിൽ 136 അടി മാത്രമാണ് സംഭരിക്കാൻ കഴിയുന്ന വെള്ളത്തിന്റെ പരമാവധി അളവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കും എന്നുള്ള കാര്യം കൂടി അറിയിപ്പായിട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇടുക്കി ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്.